ശാന്തി. സങ്കല്പമാണ് സൃഷ്ടിയുടെ ആധാരം. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതുപോലെ ആയിത്തീരും എന്ന് പറയാറുണ്ട്. ഒരു ദിവസത്തിന് തന്നെ നമ്മൾ തുടക്കം നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങില് ഉണർന്നെഴുന്നേൽക്കുമ്പോ തന്നെ നമ്മൾ എന്തിനാ ഗുഡ് മോർണിംഗ് സുപ്രഭാതം പറയണത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുകൊണ്ടെന്നാല് ഒരു ദിവസത്തില് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ തോട്ട്, ആദ്യത്തെ സങ്കല്പത്തിന് ഫുൾ ഡേയുമായിട്ട് ലിങ്ക് ഉണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പൊ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്താണോ ആ ചിന്തയ്ക്ക് അനുസരിച്ചിരിക്കും അന്നത്തെ ഫുൾ ഡേയിലെ കാര്യവ്യവഹാരങ്ങൾ. കാരണം ആ സങ്കല്പത്തിന്റെ കണക്റ്റഡ് ആയിട്ടാണ് ബാക്കി എല്ലാ ചിന്തകളും വരണം. അതിനാലാണ് പറയണത് നമ്മൾ ഉണർന്നെഴുന്നേറ്റ് ആദ്യം മറ്റു കാര്യങ്ങളൊന്നും ചെയ്യരുത്. പേപ്പർ വായിക്കുക, TV കാണുക, മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. എന്തുകൊണ്ടെന്നാൽ എന്താണോ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിന് കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിരിക്കും അന്നത്തെ ഫുൾ ഡേ ഔട്ട്പുട്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയണേ ദിവസവും ആദ്യം ഉണർന്നെഴുന്നേറ്റ് നമ്മൾ ഒരാളെ കാണുമ്പോ തന്നെ ഗുഡ് മോർണിംഗ് എന്നല്ലേ പറയാം. അതായത് അന്നത്തെ രാവിലെ സുപ്രഭാതം, എല്ലാവർക്കും നമ്മൾ സുപ്രഭാതം നൽകുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഫുൾ ഡേ ശ്രേഷ്ഠാകണമെങ്കിൽ നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളും അതിനനുസരിച്ചുള്ള വാക്കുകളും രാവിലെ ശ്രേഷ്ഠാകണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്നതും അതേപോലെയുള്ള ശ്രേഷ്ഠ ചിന്തനങ്ങൾക്ക് ശ്രേഷ്ഠ ആഹാരം കൊടുക്കണം. ഫീഡിങ് ശ്രേഷ്ഠാകണം. അതുകൊണ്ടാണ് പറയണേ ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഈശ്വരീയ കാര്യം, ആധ്യാത്മികമായ കാര്യം, കാരണം ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് അത് ശ്രേഷ്ഠ ചിന്തനങ്ങളുടെ കലവറയാണ്. അപ്പൊ ആ ശ്രേഷ്ഠ വിചാരങ്ങളുടെ കലവറ നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ച് ആ ശ്രേഷ്ഠ ചിന്തകളുടെ ഫുഡ് നമ്മൾ നമ്മുടെ മൈൻഡിനെ ഫീഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ഫുൾ ഡേ നമ്മുടെ ശ്രേഷ്ഠായിരിക്കും. അതുകൊണ്ട് ഉണർന്നെഴുന്നേറ്റ് ആദ്യം മിനിമം ഒരു അരമണിക്കൂർ സമയമെങ്കിലും, പറയാറുണ്ടല്ലോ ഡെയിലി നമ്മൾ സത്സംഗം ചെയ്യുന്നത് ഏറ്റവും നല്ലതാ. ആധ്യാത്മിക ജ്ഞാനം നമ്മൾ കേൾക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ അന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഫുൾ ഡേ നമ്മുടെ തോട്ടും ആക്ഷനും ഈ ശ്രേഷ്ഠ ചിന്തനങ്ങളുടെ ഈ ശ്രേഷ്ഠമായ ഇൻപുട്ടിനനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് സുപ്രഭാതം കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും താല്പര്യവും അത് തന്നെയാണ്. രാവിലെ സുഭാഷിതം കേൾക്കണം. ഇക്കാര്യത്തിൽ ഇൻട്രസ്റ്റ് തന്നെ വരാനുള്ള കാരണം അതിന്റെ പിന്നിലെ സയൻസ് അതാണ്, ശാസ്ത്രം അതാണ് അതിന്റെ പിന്നിലെ. അപ്പൊ ആ ശാസ്ത്ര തത്വത്തെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക. ഓം ശാന്തി.